യുണൈറ്റഡ് നേഷൻ്റെ 80ാമത്തെ സെഷനാണ്, അതായത് ജനറൽ യുഎൻ അസംബ്ലി നടക്കുകയാണ് ന്യൂയോർക്കിൽ വെച്ച്, മാൻഹാട്ടൻ. ആലോചിച്ച് നോക്കൂ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നില്ല. നേരത്തെ പറഞ്ഞ സെലൻസ്കിയുമായിട്ട് ടെലിഫോൺ ടോക്സും അതിനുശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി സെലൻസ്കി എല്ലാം ട്വീറ്റ് ചെയ്തു. അത് ന്യൂയോർക്കിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം. അപ്പം എന്തുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുക്കുക? അദ്ദേഹം ഇവിടെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു പുള്ളി പങ്കെടുക്കാനുള്ള സാധ്യത കുറവാണ്. അതേപോലെ സംഭവിച്ചു, പുള്ളി പോയില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു ടവറിൻ്റെ മുകളിലായിരുന്നു ഗ്ലോബലായിട്ട്. ഞാനിത് വെറുതെ പറയുന്നില്ല, ഞാനിത് അനുഭവിച്ചത്. ഞാൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയപ്പോഴും അവിടെയുള്ള ജേർണലിസ്റ്റുകളെ കണ്ടപ്പോഴും അമേരിക്കയിൽ പോയപ്പോഴും മറ്റുള്ള ചില ഏഷ്യൻ രാജ്യങ്ങളിൽ ഇപ്പോൾ ഇടയ്ക്ക് ജപ്പാനിൽ പോയപ്പോഴും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രഭാവം, പ്രസന്നത, അതായത് ഇന്ത്യ എന്ന് പറയുന്നൊരു ഗ്ലോബൽ പവറായി മാറുന്നു. ഞാൻ അതിനെപ്പറ്റി വീഡിയോ പോസിറ്റീവായിട്ട് ചെയ്തു. ആ പ്രധാനമന്ത്രിയാണ് താഴെ പോയത്. ആലോചിച്ച് നോക്കുക, നിങ്ങൾ സിമ്പിളായിട്ട് ആലോചിക്കുക. ഇത് റോക്കറ്റ് സയൻസ് ഒന്നും അല്ല, സിമ്പിളായിട്ട് ആലോചിക്കുക. എവിടെയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി? ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി എവിടെ പോയി? അതായത് ഡിസാസ്റ്റർ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം, അതിൻ്റെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നില്ല. ഇവിടെ പങ്കെടുക്കാൻ പോയേക്കുന്ന ജയശങ്കർ ഒരു പട്ടിയും മൈൻഡ് ചെയ്യുന്നില്ല. ആ വാക്കാണ് ഉപയോഗിക്കുന്നത്. നേരത്തെ എങ്ങനെയാണ് അവൾ പോകുമ്പോൾ എന്തോ സ്വീകരണമെന്നറിയുമോ? ഞാൻ ആ സമയത്ത് ഒരിക്കലും ഞാൻ ന്യൂയോർക്കിലുണ്ടായിരുന്നു. ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററെ കാണാൻ ക്യൂ ആണ് നിൽക്കുന്നത് മറ്റുള്ള വിദേശ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും. കാരണം ആ രീതിയിലല്ലേ ഇന്ത്യ കയറി വരുന്നത്. എക്കണോമിക്കലി അല്ല ഞാൻ ഈ പറയുന്നത്, ജനാധിപത്യം, ലോകത്തിലെ പവർഫുൾ നേഷൻ. ഇതെല്ലാം അമേരിക്കയുമായിട്ട് ബന്ധമുണ്ടായിരുന്നപ്പോഴായിരുന്നു. കേട്ടോ, വരട്ടെ പൊട്ടൻ സംഘപരിവാറുകാര്. ഞാൻ അമേരിക്കയുടെ സ്പൈ ആയിട്ട് പറയുമല്ല. അമേരിക്കയുടെ കൂടെ നിന്നാൽ ഈ പവറൊക്കെ ഉണ്ട്. അതൊരു ഗ്ലോബൽ പവറാണ്. എന്ന് അമേരിക്ക നമ്മളെ കൈവിട്ടു, ഈ പുല്ലെല്ലാം പോയി. ഒരു പുല്ലുമില്ല, വീട്ടിൽ കയറി ഒളിച്ചിരുന്നതാണ്. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇപ്പോൾ ഒളിച്ചിരിക്കുകയോ, ഒന്നുമില്ല പ്രസ്താവന. ഇപ്പം ആ പഴയ പോലെ പ്രധാനമന്ത്രിയുടെ പ്രസരിപ്പും ഈ ബോഡി ലാംഗ്വേജൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിന് ഡൗൺ ആയി പുള്ളി. അദ്ദേഹത്തിനും പിടികിട്ടി അബദ്ധമാണ് കാണിച്ചത്. ഓരോ അബദ്ധങ്ങൾ കാണിച്ചു. ചൈനയിൽ പോയി കെട്ടിപ്പിടിച്ചു, ഭൂലോകമണ്ടത്തരം. റഷ്യയുടെ പുട്ടിനുമായി ചേർന്ന് ക്രൂഡുണ്ടാക്കി. അതിനേക്കാളും ബ്ലണ്ടർ. ഒരൊറ്റ യൂറോപ്യൻ രാജ്യങ്ങൾ നമ്മുടെ കൂടില്ല. ഒരൊറ്റ ഏഷ്യൻ രാജ്യങ്ങൾ നമ്മളെ പിന്തുണയ്ക്കുന്നില്ല. ചൈന അവിടെ ഇവിടെയൊക്കെ നിൽക്കും. ചൈനയുടെ കാര്യം നടന്നു പോകണം. റഷ്യയുടെ കൂടെ ലോകത്താരുമില്ല. ആരെങ്കിലും കൂടെ നിന്ന് കഴിഞ്ഞാൽ അവൻ ഒറ്റപ്പെടും. ഇതല്ലേ ലോകത്തിൽ ജിയോ പൊളിറ്റിക്സ് ഏറ്റവും പരമപ്രധാനമായിട്ടുണ്ടായത്. അതല്ലേ ഞാൻ പല വീഡിയോകളിലായി പറഞ്ഞു വരുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് പൊട്ടനായിരിക്കും, വട്ടനായിരിക്കും. അതാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യയുടെ ഇസ്രായേലി അംബാസഡറോട് പറഞ്ഞത്. എങ്ങനെയാണ് അമേരിക്കയും ട്രംപിനെയും ഡീൽ ചെയ്യേണ്ടത് ആദ്യം പഠിക്കും. അതാണ് പോയിന്റ്. കൂടുതൽ അടുക്കാനും പോകരുത്, കൂടുതൽ മടിയിലിരിക്കാനും പോകരുത്, മൈ ഫ്രണ്ടും അല്ല. ആ രീതി ഡീൽ ചെയ്തോണം. അതാണ് ഞാൻ പറയുന്നത്, ഡിപ്ലോമസി പരാജയമായി. അതാണ് കൃത്യമായിട്ട് പറഞ്ഞത്. ഇന്ത്യയിലെ ജിയോ പൊളിറ്റിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം ഇല്ലാതായി. ഞാൻ നേരത്തെ ശശി തരൂരും മറ്റുള്ള ആളുകളും ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം വിവിധ രാജ്യങ്ങളിൽ പോയപ്പോൾ ഞാൻ അന്നേ പറഞ്ഞു ഇത് ഫെയിലിയറായി. കാരണം അവരൊന്നും അടുപ്പിക്കുന്നില്ല. ശശി തരൂരിൻ്റെ ധാരണ പുള്ളി ഇന്ത്യയുടെ ലേബലിലും പുള്ളിയുടെ ഒരു ഗ്ലോബൽ സ്റ്റേറ്റ്സ്മാൻഷിപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അയാളൊന്നും അടുപ്പിച്ചു പോലുമില്ല. എന്നിട്ട് ഈ അറബ് രാജ്യങ്ങൾ എന്ത് ചെയ്തു? ആരെങ്കിലും നമ്മളെ പിന്തുണച്ചോ? ഇതൊക്കെ തള്ളിവിടുമല്ലയോ? എന്നിട്ട് ഇത്രയും പോയിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പിന്നെ അമേരിക്കയിൽ പോയി. ഞാൻ അറിയാൻ സാധിച്ചത്
ഇന്ത്യൻ പ്രധാനമന്ത്രി മാക്സിമം ട്രൈ ചെയ്തു ഈ പറയുന്ന ജനറൽ അസംബ്ലി മീറ്റിങ്ങിന് പോകാൻ നേരത്തെ ട്രംപിനെ ഒന്ന് കാണാൻ. ട്രംപ് റെഫ്യൂസ് ചെയ്തു. ട്രംപ് പറഞ്ഞു ആദ്യം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ പറഞ്ഞു, റഷ്യയുടെ കൂട് നിർത്താൻ പറഞ്ഞു. അതേപോലെ ചൈനയായിട്ടുള്ള ഞങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അറിയണം ഏത് രീതിയിൽ പോകും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഫണ്ട് ചെയ്യാൻ ജപ്പാനെ ഓസ്ട്രേലിയ ഒക്കെ തയ്യാറാക്കി നിർത്തി. നിങ്ങൾക്കതൊന്നും വേണ്ട, നിങ്ങൾ ചൈനയുടെ കൂടെ പോയിക്കോ, തീർന്നോ. അതാണ് ഞാൻ പറഞ്ഞ കോഡ് പൊളിയുമെന്ന്. അത് കോഡിനൊന്നും വരുന്നില്ല. ഈ സംഭവം ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനും കൃത്യമായിട്ട് ഇത് ഉത്തരം കൊടുത്തില്ല എങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറയാം ഇന്ത്യ ഗ്ലോബലി നാണക്കെടും. ഈ അടുത്ത സമയത്ത് ഇന്ത്യൻ പ്രതിരോധ മന്ത്രി മൊറോക്കോയിൽ പോയി. അവിടെ പോകേണ്ട പ്രതിരോധ മന്ത്രി അല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി. കാരണം നേരത്തെ ഫിക്സ് ചെയ്ത മീറ്റിംഗ് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് പോകേണ്ടിയിരുന്നത്. കാരണം മോദിക്ക് മനസ്സിലായി ലോകത്ത് മുഴുവൻ അയാളെ ഒറ്റപ്പെടുത്തുകയാണ്, പ്രത്യേകിച്ച് അറേബ്യൻ രാജ്യങ്ങൾ. കാരണം ഈ റഷ്യ ഉക്രൈൻ വാർ വലിയൊരു ഇഷ്യൂ ആണ്, ഗ്ലോബൽ എക്കോണമിക്കും ആണ്. കാരണം ഇത് മുന്നോട്ട് പോകുന്നില്ല. അപ്പം അതിനെ ഫണ്ട് ചെയ്യുന്ന എന്താ ഇതിൻ്റെ ട്രംപ് യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലി പറഞ്ഞ് ഇന്ത്യയെ പേരെടുത്ത് പറഞ്ഞില്ലേ? ആലോചിച്ച് നോക്കി, ഏതെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയെ പേരെടുത്ത് അത് ഇതേപോലൊരു ഇൻ്റർനാഷണൽ ഫോറത്തിൽ ഇത്രയും പ്രസിഡന്റും പ്രധാനമന്ത്രിമാരൊക്കെ ഇരിക്കുക. ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടായിട്ടില്ല ഈ സംഭവം. അതാണ് നമ്മൾ നാണക്കെട്ട് പോയത്. എന്നിട്ട് ഇന്ത്യയുടെ കൂടെ നിൽക്കാൻ ബ്രിക്സ് എന്നൊക്കെ പറഞ്ഞ് ലുല അയാൾ മുമ്പിലിരിപ്പുണ്ട്. അയാളുടെ പേരും എടുത്ത് പറഞ്ഞ അയാൾ അഭിനന്ദിച്ച് നമുക്ക് കാണാമെന്ന്. ഇതൊക്കെ ഞാനിത് വീഡിയോയിൽ നിങ്ങളോട് പറയുമ്പം ഞാനിത് സ്റ്റഡി ചെയ്തിട്ടാണ് പറയുന്നത് കൃത്യമായിട്ടും. ഞാനിത് എയർ ചെയ്തെടുത്ത് പറയുന്നതൊന്നുമല്ല. ഇതൊക്കെ ഉണ്ടാകാൻ പോകുന്നത്. ഇതാണ് ഈ H1B വിസ ഇത്രയും സീരിയസ് ആക്കിയത്. ട്രംപ് നേരത്തെ ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഇത് ഏതെങ്കിലും ഒരു സമയത്ത് പതുക്കെ ഗ്രാജുവലി കുറയ്ക്കും. ഇതാണ് എൻ്റെ ഒരു ധാരണ. ഇതൊരു കുറച്ചുകൊണ്ട് വന്നിട്ട് ഇത് കുറയ്ക്കും. പക്ഷെ ഒറ്റയടിക്ക് എടുത്ത് കളയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ അടുത്ത വീഡിയോക്കകത്തിൻ്റെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് തരാം എന്താണ് ഇനി ഉണ്ടായത്. കാരണം റിപ്പോർട്ട്സുകൾ വരാൻ തുടങ്ങി കൃത്യമായിട്ട്. ഇത് പറയാൻ പോകുന്നത് വീണ്ടും ഞാൻ വളരെ റിക്വസ്റ്റായിട്ട് ഈ എന്നെ കേൾക്കുന്ന ആൾക്കാരോട് പറയാൻ പോകുന്നത്, നമ്മൾ ഈ തള്ളിക്കൊണ്ടും കാര്യമൊന്നുമില്ല. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിനെ പാഠം പഠിപ്പിക്കും, ഇപ്പോൾ അവിടെ അണ്ടർവെയർ എടുത്തില്ല, ഇന്ത്യയിൽ തുണി പോകുന്നില്ല, എന്തൊക്കെയാണ് അടിച്ചത്. എവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ പോയി? ജയശങ്കർ ഇന്നലെ മാർക്ക് റൂബിയോയെ കണ്ടു. എന്താണ് മാർക്ക് റൂബിയോ പറഞ്ഞതെന്ന് അറിയാം നിങ്ങൾക്ക്? അമേരിക്കൻ പത്രങ്ങളിൽ റിപ്പോർട്ട് വന്നു. ആദ്യം പോയി റഷ്യയുടെ കാര്യം ഇതൊക്കെ എന്നെ ശരിയാക്കി, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അവർക്കൊന്നും താല്പര്യമില്ല ഇന്ത്യക്കാരുമായിട്ട് ഫർദർ നെഗോഷിയേറ്റ് ചെയ്യാൻ. കാരണം അവർ പറഞ്ഞു ആദ്യം നിങ്ങളെ ഞങ്ങൾ ഇത്രയും സഹായിച്ചു, നിങ്ങൾ ഞങ്ങൾക്കിട്ട് പാര വെക്കാൻ വരികയാണ്, അതൊക്കെ ആദ്യം നിർത്തിയിട്ടിങ്ങ് വരാൻ പറഞ്ഞു. ഓൺ ഗോയിങ് നെഗോഷിയേഷൻ 10-15 മിനിറ്റ് കൊണ്ട് സംഭവം തീർന്നു, പാക്ക് ചെയ്ത് പോയി. അതായത് ലോകത്തൊരു രാജ്യത്തിൻ്റെ തലവന്മാർക്ക് ഈ ചെറിയ 5-10 ലക്ഷം ആഫ്രിക്കനും സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളൊക്കെ ഉള്ളൂ. ഒരൊറ്റ പവർഫുള്ളായുള്ള നേഷൻസിൻ്റെ ഒരാൾക്കും ഇന്ത്യയിൽ വരണ്ട, ഒരാൾക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണണ്ട, അവർക്കൊന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി അങ്ങോട്ട് പോവുകയും വേണ്ട. ഇതാണ് ഞാൻ ഈ പറയുന്ന പവർ ഭയങ്കരമായിട്ട് മാറ്റർ ചെയ്യും. ആ പവറിൻ്റെ മാറ്റർ ഇതാണ് ഈ സംഭവം കണ്ടത്. ഏതായാലും ഒരു കാര്യം പറഞ്ഞാൽ, കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ സമയത്തൊന്നും ഇന്ത്യൻ പ്രധാനമന്ത്രിമാരൊന്നും ഇങ്ങനെ മുങ്ങി നടന്നിട്ടില്ല. UN ജനറൽ അസംബ്ലിയിലൊക്കെ പോയി മൻമോഹൻ സിംഗ് ആണെങ്കിലും നേരത്തെ നരസിംഹറാവു ഒക്കെ അടിപൊളി പ്രസംഗം നടത്തിയിട്ട് വാജ്പേയി നടത്തിയിട്ടില്ലേ? ഇതാണ് നാണം കെട്ടുപോയത്. ഇത്രയും വലിയ സംഭവമായിട്ട് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം, അതിൻ്റെ പ്രധാനമന്ത്രിക്ക് അമേരിക്കയിൽ കാലുകുത്താൻ പറ്റുന്നില്ല, ആരുമില്ല. അയൽവാസികളെല്ലാവരും ശത്രുക്കൾ, യൂറോപ്പ് ശത്രുക്കൾ, അമേരിക്ക ശത്രുക്കൾ, അവരെല്ലാം ശത്രുക്കൾ. പിന്നെ ആരാ നമ്മുടെ കൂടെ ഉള്ളത്? ഇതേപോലെ ഇന്ത്യ ഐസൊലേറ്റഡായ സംഭവം ചരിത്രത്തിലുണ്ടായിട്ടില്ല. ആരാതിന് കാരണം? ഇന്ത്യ ഭരിക്കുന്നവർ. ആ ഭരിക്കുന്നവർക്ക് ആരെ ഇൻസ്പയർ ചെയ്ത് ഈ പറയുന്ന പൊട്ടൻ സംഖ്യകൾ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ ഇവിടുത്തെ ബോധി മീഡിയ ഉണ്ടാക്കിയെടുത്ത സംഭവമായത്. അതിലാരാ അനുഭവിക്കുന്നത്? എല്ലാ ഇന്ത്യക്കാരൻ്റെ വെടിയാണ് തീർന്നു പോയത്.
ഇതാണ് സിമ്പിളായിട്ട് പറയുന്നത്. മോദി ഗവൺമെൻറ്റിൻ്റെ ഡിപ്ലോമസി മാത്രമല്ല, എല്ലാം പരാജയമായിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലിയിൽ ഇന്ത്യ പങ്കെടുക്കാൻ പോയില്ല. അതായത് ഇത് ഒരു ഇൻ്റർനാഷണൽ നാണക്കേടാണ്. അത് വരുത്തി വെച്ചു, അത് കൊണ്ടെത്തിച്ചു. അതിന് ഉത്തരവാദികൾക്ക് ഉറപ്പായിട്ടും വരാനുള്ള സമയത്ത് ഇന്ത്യയിൽ പണിഷ്മെൻറ്റ് നടക്കും.